ഹലോ ഗൈസ്, നമ്മളിന്ന് ഏതൊക്കെ ലെവൽസ് നിന്നാണ് എൻട്രി നോക്കുന്നതെന്ന് നമ്മൾ രാവിലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത 2 ലെവലായിരുന്നു. ഈ ഒരു ലെവലും ഇവിടെ നിന്ന് നമ്മൾ പുട്ട് ഓപ്ഷൻ എടുക്കുന്നതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളത് ഈ ഒരു ലെവലും ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ നോക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ മാർക്കറ്റ് രാവിലെ തന്നെ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമ്മൾ മേലോട്ടുള്ള എൻട്രി നോക്കും. അതേപോലെ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമ്മൾ താഴേക്കുള്ള എൻട്രി ആയിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ ലെവലിൽ ഇപ്പോൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പുട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്ത ആ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ എൻട്രി കിട്ടിയിട്ടില്ല. അങ്ങനെ എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടാർഗറ്റ് വന്നിട്ട് ഇന്നത്തെ ഡേ ലോ ആണ്. നമ്മൾ എസ്സിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലാണ് നമ്മൾ എസ്സിൽ വെച്ചിട്ടുള്ളത്. നമ്മുടെ ടാർഗറ്റ് ഇന്നത്തെ ഡേ ലോ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതുവരെയൊക്കെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് വെക്കാം. പക്ഷേ കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളത് ഇന്നത്തെ ഡേ ലോ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡേ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകാമെന്ന് തോന്നിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അവിടുന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതും നോക്കാം. അതിൻ്റെ ശേഷം എനിക്ക് വേറെ എൻട്രി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഹലോ ഗൈസ്, നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ട്. ഒരു അപ്സൈഡ് എൻട്രിയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ട്രേഡ് എടുക്കണില്ല. കാരണം ഇതിൽ അധികം പ്രോഫിറ്റ് ഭയങ്കര കുറവായിരിക്കും. ഇത് 1:3 ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കണില്ല. ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ, ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ലിക്വിഡിറ്റി എടുത്തതിൻ്റെ ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു റിജക്ഷൻ വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് വരെ എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ട്രേഡ് എടുത്തതൊന്നുമില്ല, പക്ഷെ ആ ഒരു ട്രേഡ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു.